മാത്രമേ നമുക്ക് സക്സസ്സിൽ എത്താൻ പറ്റൂ. ആ ഓരോ സ്റ്റെപ്പും കടക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം, ചങ്കൂറ്റം ഉണ്ടാവണം. ആ മനോഭാവം നിലനിർത്തിയാൽ മാത്രമേ അൾട്ടിമേറ്റ് സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സക്സസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ല. ഇപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് ഡ്രീം എന്ന് പറയുന്ന പോലെ നടന്നു പോകുന്ന ആൾക്ക് ഒരു സൈക്കിളായിരിക്കും ഡ്രീം, സൈക്കിളുള്ള ആൾക്ക് ഒരു ബൈക്കായിരിക്കും, ബൈക്കുള്ള ആൾക്ക് കാറായിരിക്കും, കാറുള്ള ആൾക്ക് ലക്ഷറി കാറായിരിക്കും, അങ്ങനെ പലതും. പക്ഷെ ആ ഡ്രീമിന് നമ്മളൊരു ഡേറ്റ് നിശ്ചയിക്കുമ്പോഴാണ് അത് ഗോളായിട്ട് മാറുന്നത്. അത് നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനം ചിട്ടയായി തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് നേടാൻ കഴിയുക. എന്നിവിടെ പറഞ്ഞു ഞാൻ ടെക്നിക്കലാവും അടുത്ത വർഷം. ഞാൻ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴാകുമെന്ന് പറയൂ. കാരണം ഞാൻ മാർച്ചിലാകുമെന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിനുള്ളിൽ എൻ്റെ ടീമിൽ 10 ലക്ഷം PV കൊണ്ടുവരാനുള്ള പണി ഞാൻ ചെയ്യണം. സോ ഐ ഹാവ് ടു പ്ലാൻ. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായ പ്ലാനിങ് ഇല്ല, ഞാൻ റിലാക്സ് ചെയ്യും. കാരണം നിങ്ങൾ പ്ലാൻ ചെയ്താൽ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ആ സക്സസ്സിലേക്ക് ആവശ്യമുള്ള നമ്മൾ സക്സസ്സിലേക്ക് പോകുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സ്റ്റെപ്പുകൾ, അതിൽ ഒന്നാമത്തെ ഒരു സ്റ്റെപ്പാണ് റിസ്ക് എന്ന് പറയും. റിസ്ക് എന്താണ് അതിന് മലയാളം? റിസ്കോ? ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി അല്ലേ? ബുദ്ധിമുട്ടാ? സാഹസം അല്ലേ? അതായത് എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നേടിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് റിസ്ക് എന്ന് പറയാം. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു. ബിസിനസ് ഞാനൊരു ഹോട്ടൽ തുടങ്ങുകയാണ്. നല്ല ബിസിനസ് ഉള്ള 2 ഹോട്ടലിന് ഇടയ്ക്ക് ഞാനൊരു ഹോട്ടൽ തുടങ്ങുകയാണ്. റിസ്ക്കാണ്, പരീക്ഷണം. അത് പരീക്ഷണം എന്ന് പറഞ്ഞാൽ ശരിയല്ല. ആ പരീക്ഷണത്തിൽ ജയപരാജയം നഷ്ടമുണ്ട്. പക്ഷേ റിസ്ക് എന്ന് പറയുമ്പോൾ പരാജയപ്പെട്ടാൽ നഷ്ടം വരും, നഷ്ടസാധ്യത. അതാണ് റിസ്ക്. ഓക്കെ, അത് ചിലപ്പോൾ ജീവനാകാം. സർക്കസ് കണ്ടിട്ടുണ്ടോ? സർക്കസ് ട്രപ്പീസ് എന്ന് പറയും. ട്രപ്പീസ് ഈ ചാടുന്ന പരിപാടി. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അവിടുന്ന് ചാടി വരുന്നൊരു കമ്പനി ഇങ്ങനെ ചാടി പിടിക്കുന്നു. പിടിച്ച് അവിടെ പോയിട്ട് ഇതിന്ന് വിട്ടിട്ട് അടുത്തലേക്ക് പിടിക്കും. നമ്മളിങ്ങനെ നോക്കിയിരിക്കും, എൻ്റെ ദൈവം എന്തൊരു സാധനം. രമേശ് എന്താ ഇവിടെ ചാടാൻ കാരണം? എന്തുകൊണ്ടാ, എന്ത് ധൈര്യത്തിലാണ് അവർ ചാടുന്നത്? താഴെ ഒരു വലയുണ്ട് അല്ലേ? ശരിയല്ലേ? പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. പക്ഷേ താഴെ ഒരു വലയുണ്ട്. ഞാൻ മാർച്ചിൽ ടെക്നിക്കൽ ലെക്ചർ ആകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സാർ എന്താ പറഞ്ഞത്? നിങ്ങളായില്ലെങ്കിൽ നിങ്ങളെ ആക്കുമെന്ന് നമ്മൾ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞില്ലേ? അതാണ് നമുക്കുള്ള സേഫ്റ്റി നെറ്റ്. നമുക്കങ്ങനെ നെറ്റുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ വീട്ടുകാരെന്ത് പറയും? എന്ത് പറയും? അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല, വെറുതെ മഞ്ഞ കൊള്ളണ്ട. നമ്മുടെ നല്ല ബാധ്യത തന്നെ ആദ്യം പറയും. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയും, ഇതാ സുഗന്ധി മാഡം ചിരിക്കുന്ന ചിരിക്കണ്ട. ആരോട് പറഞ്ഞത് എനിക്കറിയില്ല. പുരുഷന്മാർ ആക്റ്റീവായിട്ട് വരുമ്പോൾ സ്ത്രീകൾ പറയും, സ്ത്രീകൾ ആക്റ്റീവായിട്ട് വരുമ്പോൾ പുരുഷന്മാർ പറയും, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, വെറുതെ മഞ്ഞ കൊള്ളണ്ട. എന്നാൽ പിന്നെ നീ പോയി ചെയ്യ്. സത്യൻ ചേട്ടൻ അങ്ങനെയാണ് വിട്ടത്. അങ്ങനെ കൂടെ അല്ല, നീ വിട്ടോ. പിന്നെ ഇപ്പം മനസ്സിലായി, ഇപ്പം രണ്ടുപേരോട് ഒന്നിച്ചായി. ശരിയല്ലേ? ഞാൻ പറയുന്നത് ഈ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വരും. ആ വരുന്ന സമയത്ത് ചങ്കൂറ്റത്തോടെ അത് ചെയ്യാൻ ധൈര്യം കാണിക്കണം. 2006 എയർഫോഴ്സിലെ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു റിസ്ക് ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നില്ല, ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ അന്ന് ഒരുപക്ഷെ അങ്ങനെ തീരുമാനം എടുക്കുമായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാർ എന്നെ പ്രേരിപ്പിച്ചത് ആ പ്രോഗ്രാമാണ്. അന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് ബിഗ്ഗസ്റ്റ് ഇവന്റ്? RCMന്റെ ഒരു ചെറിയ പ്രോഗ്രാമിൽ എന്നെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 100 പേരെ RCMന്റെ ആനിവേഴ്സറി കൊണ്ടായാൽ അവരെടുക്കുന്ന തീരുമാനമായിരിക്കും നിങ്ങളെ ഡയമണ്ടിലേക്ക്, സ്റ്റാർഡമിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ അറ്റൻഡിങ് ബിഗ് ഇവന്റ്സ് വിൽ ഡിറ്റർമിൻ യുവർ സക്സസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇഷ്ടംപോലെ റിസ്ക് ഉണ്ടായിട്ടുള്ളത്, എടുത്തു വരേണ്ട റിസ്ക് ആണ്. 2011 RCMന് ഒരു പ്രതിസന്ധി ഉണ്ടായ സമയം പല ആളുകളും ചകിതരായി. കാരണം RCMന്റെ ഉണ്മ, സത്യം എന്താണെന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് അതിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ
ഇതേപോലെ പശ്ചാത്തലം അറിയത്തില്ലാത്ത ഇന്ന് വന്ന പുതിയ തലമുറയിലെ ആളുകൾ ആർട്സ്മെന്റ് സാധ്യത മനസ്സിലാക്കിയിട്ടില്ലാത്ത DC അറിയത്തില്ലാത്ത ആളുകൾ വിറച്ചു. കാരണം അവനവന്റെ നേട്ടത്തിന് വേണ്ടി മാത്രം വന്ന പല ആളുകൾ ആ സമയത്ത് ആർട്സ്മിനെയും TCGയെയും തള്ളി പറഞ്ഞുകൊണ്ട് മറ്റു പല നെറ്റ്വർക്കും മറ്റു പല പരിപാടിയിലേക്ക് ആളുകൾ പോയി. എനിക്ക് എയർഫോഴ്സിൽ പെൻഷനുണ്ട്. വൈഫിനുണ്ടായിരുന്ന ജോലിയൊക്കെ രാജിവെച്ച് ഞങ്ങൾ ആർട്സ്മിൽ ആസ്വദിക്കാൻ തുടങ്ങിയ സമയത്താണ് RCM കടല് എന്താ പറയുക വലിഞ്ഞു പോയെന്ന് പറയില്ലേ, അതുപോലെ വലിഞ്ഞു പോയത്. ഒന്നുമില്ലാണ്ടായി. പുതിയൊരു കാറൊക്കെ വാങ്ങിച്ച് വീട്ടിലിട്ട് 11,000 രൂപ EMI അടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എപ്പോൾ വരുമെന്നൊരു ഐഡിയയില്ല. വാടക വീട്ടിൽ താമസിക്കുന്നു. അവിടുന്നാണ് നമ്മൾ പോയി തൃശ്ശൂർ ഒരു വലിയ വീടുമൊക്കെ വാങ്ങിച്ച് പിടിച്ചു കെട്ടി ആർട്സിനെ തിരിച്ചു കൊണ്ടുവന്നു. അന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആർട്സ്യം തിരിച്ചു വരും. ആ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ആർട്സ്യം ഉണ്ടാകും. TCG ആർട്സ്യം നിർത്തുന്നവരെ ഞാൻ ആർട്സ്യമിലുണ്ടാകും. ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഞാൻ ആളുകൾക്ക് കൊടുത്തത്. എന്നെ സംബന്ധിച്ച് ആർട്സ്യമിൽ എൻ്റെ രണ്ടാമത്തെ വലിയ റിസ്ക്. എൻ്റെ റിസ്ക് മാത്രം പറയാനേ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പലർക്കും ചെറിയ വൈബ്രേഷൻ തോന്നും ചില സന്ദർഭത്തിൽ. ഇത് വേണ്ടിയിരുന്നില്ല, ഇനി വേണോ? വേണ്ട. കീപ് ഗോയിങ്. നമ്മുടെ ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം. അല്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ തലമുറകൾ ആർട്സ്യം കൊണ്ട് സംരക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. Put your best foot for that. Yes.